വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഫോട്ടോ പത്രത്തിൽ വന്നു. അതൊരു സാധാരണ ഫോട്ടോ അല്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ ഇടിച്ച് കലങ്ങി നീരൊക്കെ ആയിട്ട് ബ്ലഡൊക്കെ കല്ലിച്ച് കിടക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. അപ്പോൾ ഇതിനെതിരെ മറ്റൊരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞതെന്ന് വെച്ചാൽ അവൻ്റെ കാമുകിയെ രഹസ്യമായിട്ട് കാണാൻ പോയപ്പോൾ കാമുകിയുടെ ഭർത്താവ് ആക്രമിച്ചു തന്നെയായിരുന്നു. അപ്പോൾ ഇതിനെതിരെ അദ്ദേഹം തന്നെ പുറത്തു വന്നിട്ട് പറഞ്ഞു, അല്ല, ഇത് തികച്ചും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. എൻ്റെ ഭാര്യ എന്നെ നിരന്തരമായിട്ട് മർദ്ദിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടായതാണ്. ഞങ്ങൾ തമ്മിൽ അത്ര ചർച്ചയിലല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാര്യയും ഞാനും തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാവും. അങ്ങനെ ഭാര്യ എന്നെ നിരന്തരമായിട്ട് മർദ്ദിക്കാറുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ക്ലിപ്സ് നമുക്ക് കണ്ടിട്ട് വരാം. ദൃശ്യങ്ങളും മന്ത്രി ഗണേഷ് കുമാർ നൽകിയത്. കഴിഞ്ഞ മാസം 22-ന് രാത്രി ഭാര്യ തന്നെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ ഫലമായാണ് മുഖത്തും ശരീരത്തിലും മുറിവുണ്ടായതെന്ന് ഹർജിയിൽ പറയുന്നു. വർഷങ്ങളായി ശാരീരികവും മാനസികവുമായി യാമിന് തന്നെ പീഡിപ്പിക്കുകയാണ്. ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ താൽപര്യമില്ല. അടിയന്തരമായി വിവാഹമോചനം നൽകണം. ഇവയാണ് ഹർജിയിലെ പ്രധാന ആവശ്യങ്ങൾ. പിന്നീട് നടന്നത് ബോംബെയിൽ നിന്നും ഒരു യുവതി ഒരു മന്ത്രികുമാരനെ തേടിയെത്തി. യുവതി മാത്രമല്ല, ഒരു കുഞ്ഞുമുണ്ടായിരുന്നു. തന്നെ അവിടെ വിവാഹം കഴിച്ചു പറ്റിച്ചു എന്നായിരുന്നു ആ യുവതി കൊടുത്ത പരാതി കേട്ടോ. അത് മാത്രമല്ല, തനിക്കും തൻ്റെ കുഞ്ഞിനെയും ജീവിക്കാനുള്ള 5 കോടി രൂപ അവർ കോമ്പൻസേഷനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ എങ്ങനെയൊക്കെ ഇവരതിനെ ഒത്തുതീർപ്പാക്കി ഒരു 80 ലക്ഷം രൂപ കൊടുത്ത് ആ സ്ത്രീയെ ഒഴിവാക്കുകയും ചെയ്തു കേട്ടോ. അതിന് മുമ്പേ തന്നെ ഒരു നടന്നൊരു കേസുണ്ടായിരുന്നു. അതായത് 1990-ലെ മന്ത്രിയും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാവുമായിരുന്ന കുഞ്ഞാലിക്കുട്ടി പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ്. അപ്പോൾ അന്ന് അദ്ദേഹം മന്ത്രിയായതുകൊണ്ടും രാഷ്ട്രീയ സ്വാധീനം കൊണ്ടും തെളിവുകളുടെ അഭാവത്തിൽ അന്ന് അദ്ദേഹം നിസ്സാരം പോലെ ആ കേസിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇന്ന് എന്തുകൊണ്ടാണ് ഈ കേസുകളുടെ കാര്യങ്ങളെല്ലാം തന്നെ വീണ്ടും പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.